നമസ്കാരം. പതിരും കതിരും. ഒരു നമ്പൂതിരി ബസ്സിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അതിനനുവദിക്കാതെ ആളുകൾ അകത്തേക്ക് ഇടിച്ചു കയറാൻ തുടങ്ങി. ഇത് കണ്ട നമ്പൂതിരി പറഞ്ഞു, ഹൈ, എന്തിനാ നിങ്ങളിങ്ങനെ തിരക്ക് കൂട്ടണേ? നിങ്ങൾക്ക് കയറാൻ ഇനിയും വണ്ടി വരുമല്ലോ, എനിക്ക് ഇറങ്ങാൻ ഇതല്ലേ ഉള്ളൂ. സത്യത്തിൽ നമ്പൂതിരി പറഞ്ഞത് എത്ര നിഷ്കളങ്കമായ കാര്യമാണ്. ഡൽഹി ജന്തർ മന്ദറിൽ പാറ്റകൾ സമരമെല്ലാം അവസാനിപ്പിച്ച് കിട്ടിയ തീവണ്ടികളിലും വാഹനങ്ങളിലും മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വാങ്ചുക്ക് ആശുപത്രിയിൽ നിന്നും നിരാഹാരം അവസാനിപ്പിച്ച് ലഡാക്കിന് പോയി. പാറ്റ പാർട്ടിയുടെ സംഘാടകർ ഹോട്ടൽ മുറിയിൽ അടിച്ചു തകർത്ത് വിജയം ആഘോഷിച്ചു. തല്ലുമേടിച്ചവരും തീ കൊളുത്താൻ പ്രേരിപ്പിച്ചവരുമൊക്കെ മൂടിന് തീപിടിച്ച പോലെ ഓടുകയാണ്. മോദിജിയുടെ 56 ഇഞ്ചിൽ 1/2 സെൻറ്റിമീറ്ററോളം പാറ്റ കരണ്ടു. പ്രാണൻ പോയി കിടന്ന കോൺഗ്രസിന് ഈ സമരം അല്പം ഊർജം നൽകിയതുപോലെ. ഞാനും മുതലച്ചാരും കൂടി കാട്ടുപോത്തിനെ പിടിച്ചു എന്ന മട്ടിൽ ബേബി സാറ് പങ്കുപറ്റാനിറങ്ങി. എന്തായാലും സമരമെല്ലാം കഴിഞ്ഞ് ഓരോരുത്തരും വീട് പറ്റിയ നേരത്തതാ കേരളത്തിൽ നിന്നും ഒരു തീവണ്ടി ഡിവൈഎഫ്ഐക്കാരെയും കൊണ്ട് ഡൽഹിയിലേക്ക് ചെല്ലുന്നു. സമരം കഴിഞ്ഞ് പോകുന്നവർ ആ ട്രെയിനിലേക്ക് തള്ളിക്കയറി. അപ്പോൾ ഇവിടെ നിന്നും ചെന്ന ഡിവൈഎഫ്ഐക്കാർ സമരക്കാരോട് പറഞ്ഞു, നിങ്ങൾക്ക് പോകാൻ വേറെ വണ്ടിയുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇറങ്ങാൻ ഇതേയുള്ളൂ. സമരം തീരുന്നതിന് മുമ്പാണ് ഡിവൈഎഫ്ഐ സംഘവും എസ്എഫ്ഐക്കാരും അവിടെ ചെന്നിരുന്നതെങ്കിൽ മോദിജി മാത്രമല്ല ഈ സർക്കാരും ഇറങ്ങിപ്പോകേണ്ടി വന്നേനെ. അവർ ചെല്ലുന്നതോടെ സമരത്തിൻ്റെ രൂപവും ഭാവവും മാറുമായിരുന്നു. ഒരുപാട് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ റിഹേഴ്സലൊക്കെ കഴിഞ്ഞാണ് അവർ പോയത്. ഒരർത്ഥത്തിൽ അല്പം നേരത്തെ ഇവിടെ നിന്നുള്ള എസ്എഫ്ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും ചെന്നിരുന്നെങ്കിൽ കേരളത്തിൽ മാത്രമുള്ള ഈ സാധനത്തിൻ്റെ കൊടി ഇതാണെന്ന് അവർക്ക് മനസ്സിലാക്കാമായിരുന്നു. കല്യാണം നടക്കുന്ന വീടുകളിൽ പണ്ടൊക്കെ അത്താഴ സദ്യ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഒരു വൻമുറി സദ്യയും ദേഹണ്ണക്കാർക്ക്. ഇതിപ്പോൾ എല്ലാം കഴിഞ്ഞ് വടിച്ചുകോരലും കഴിഞ്ഞപ്പോഴാണ് ഡിവൈഎഫ്ഐ സംഘം അവിടെ ചെല്ലുന്നത്. എന്തു ചെയ്യാനാ, നേരത്തെ പോകാൻ കഴിയാഞ്ഞിട്ടൊന്നുമല്ല. സമരം കുറച്ചുകൂടി മൂക്കുമെന്നും നീണ്ടുപോകുമെന്നും അവർ കരുതിപ്പോയി. ഇത്ര പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐക്കാർ ചിന്തിച്ചതേയില്ല. സമരസഖാക്കളായ വിജിൻ സഖാവിനെയും ഷാജിർ സഖാവിനെയും കണ്ടപ്പോൾ മരക്കുറ്റി ചാനലുകാരൻ ആവേശപൂർവ്വം ഓടിച്ചെന്നു. ഇപ്രകാരം പറഞ്ഞു, ഇവിടെ ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ എത്തിയിട്ടുണ്ട്. ഇവർ പുറപ്പെടുമ്പോൾ സമരം നടക്കുകയായിരുന്നു. വഴിമധ്യേ സമരം അവസാനിച്ചു. ഇനി എങ്ങനെയാണ് നമ്മുടെ അടുത്ത പരിപാടി? എന്തായാലും വന്നതല്ലേ, വൈകിട്ടൊരു ഉഗ്രൻ പ്രകടനം നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് കൊടിയും ബാനറും പിടിച്ച് ആകർഷകമായ മുദ്രാവാക്യങ്ങളും മുഴക്കി അവർ ഒരു പ്രകടനം നടത്തി. അതോടെ ദില്ലി വിറച്ചു. ഒന്നാലോചിച്ച് നോക്കൂ, മറ്റേ സമരത്തിൻ്റെ കൂടെ ഇതുകൂടി ചേരുകയായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ ലോകത്തിൻ്റെ അവസ്ഥ? രാഹുൽ ഗാന്ധി പോലീസിൻ്റെ കയ്യിൽ നിന്നും അടിമേടിച്ച പോലെ ആയിരിക്കില്ല ഇത്. ചോരച്ചാലുകൾ നീന്തിക്കയറിയ പിള്ളേരാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, എന്തൊരു പുളുത്തിയ ഏർപ്പാടാണ് ഈ കേന്ദ്ര സർക്കാർ കാണിച്ചത്. ഒരു 2 ദിവസം കൂടി കാത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് വല്ല കുഴപ്പവും സംഭവിക്കുമായിരുന്നു. സമരാവേശത്തിൽ വന്നിറങ്ങിയ ഭടന്മാരോട് ഒഴിഞ്ഞ യുദ്ധഭൂമി കണ്ട് മടങ്ങാൻ പറഞ്ഞാൽ എന്തൊരു നിരാശയായിരിക്കും ഫലം. ഓരോ പാവം പിടിച്ചവൻ്റെയും വീട്ടിൽ നിന്ന് ആൺമക്കളെ ഡിവൈഎഫ്ഐക്കും എസ്എഫ്ഐക്കും ദാനം ചെയ്ത ശേഷം കണ്ണീരും കൈയും പ്രാർത്ഥനയുമായിട്ടിരിക്കുകയായിരുന്നു അവരുടെ മാതാപിതാക്കൾ. നല്ല ചെമപ്പൻ മാലയൊക്കെ ഇട്ട് ഗ്രാമാന്തരങ്ങളിൽ വലിയ സ്വീകരണമൊക്കെ നടത്തിയാണ് സമരഭടന്മാരെ പാർട്ടി സജ്ജമാക്കിയത്. ഗതികേടിന് ഇവർ നേരത്തെ അവിടെ ചെല്ലുകയായിരുന്നെങ്കിൽ വല്ല കല്ലേറും പുക്കാറും ഉണ്ടായെന്നിരിക്കും. ഹെൽമെറ്റും ചെടിച്ചട്ടിയുമെല്ലാം ഇവർക്ക് ആയുധങ്ങളാണ്. ഒടുവിൽ ഡൽഹി പോലീസ് തൂക്കിയെടുത്ത് അകത്തിടുമ്പോഴേ പാവം പിടിച്ച മാതാപിതാക്കൾ വിവരമറിയും. ഇ.ഡി. സംഘത്തിൽ നിന്നും പിണറായി പുത്രിയെ രക്ഷിക്കാൻ ചെന്നവരുടെയൊക്കെ അവസ്ഥ കാണുന്നില്ലേ? ബേബി പറയുന്നത് ഭാവിയിലും CJP SFI കൂട്ടുകെട്ടിന് സാധ്യതയുണ്ട് എന്നാണ്. ഇത്രയും കാലം പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും തുറന്നു വെച്ച് അവിടെ ഇരുന്നിട്ടും ഒരു സമരം നടത്താൻ 10 ചെറുപ്പക്കാരെ സംഘടിപ്പിക്കാൻ SFIക്കും DYFIക്കും കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ മാത്രമേ ഇതിനെ കാണാൻ കിട്ടുന്നുള്ളൂ. എങ്കിൽ പോലും പേരാണ് കേമം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. എന്തായാലും ഡൽഹിയിൽ സമരം ചെയ്യാൻ പോയി നിരാശരായി മടങ്ങുന്നവർക്ക് കേരളത്തിൽ ഇഷ്ടംപോലെ സമരം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ പാർട്ടി ഉണ്ടാക്കിത്തരും. കിടക്കുകയല്ലേ 5 വർഷങ്ങൾ നീണ്ടു നിവർന്ന്. ഈ സമരത്തിൻ്റെ ക്രെഡിറ്റ് അടിക്കാൻ നടക്കുകയാണ് SFI. നമ്മളുമായിട്ട് ചേർന്നാണത്രേ ദീപ് ഖേ ആദ്യം സമരം തുടങ്ങിയത്. ഏഷ്യാനെറ്റിലെ വിനു വിജോൺ പറഞ്ഞതുപോലെ 8 കാലി മമ്മൂഞ്ഞൊക്കെ രാജിക്കത്തെഴുതി MA ബേബിയെ ഏൽപ്പിച്ച് സ്ഥലം വിടണം. പണ്ടിതുപോലെ ഒരു സമരത്തിന് CPM ആളെ കൂട്ടിയത് ഓർക്കുന്നില്ലേ? സോളാർ സമരവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റ് വളയാനായിരുന്നു ആഹ്വാനം. കെട്ടും കെട്ടി കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും പുറപ്പെട്ട സഖാക്കൾ ഇങ്ങ് തലസ്ഥാനത്ത് വരുന്നതിന് മുമ്പ്
രാത്രിക്ക് രാമാനം സമരം രാജിയായി. അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൻ്റെ പരിസരവും തലസ്ഥാന നഗരവും മുഴുവൻ ഇവർ കക്കൂസാക്കുമായിരുന്നു. എന്നാലും ഇത്ര പെട്ടെന്ന് സമരം തീർന്നല്ലോ, ആ ഒരു ദുഃഖം ഡിവൈഎഫ്ഐയുടെ നേതാക്കളുടെ മുഖത്തുണ്ട്. ബേബി സാർ പറഞ്ഞത് കേൾക്കുമ്പോൾ ചിരിക്കാത്തവർ ആരും ഉണ്ടാകില്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഏറ്റവും വലിയ ട്രോള്. ബോസ്റ്റണിൽ നിന്നും ദീപ് കെ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ സമരത്തിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട ഏക സംഘടന SFI ആണത്രേ. അല്ല ബേബി സാറേ, നിങ്ങളിനി ദില്ലിയിൽ ഇരുന്നിട്ടൊന്നും വലിയ കാര്യമില്ല. ഈ ജനറൽ സെക്രട്ടറി സ്ഥാനം ദീപ് കെയെ ഏൽപ്പിച്ചിട്ട് ഇങ്ങോട്ടിങ്ങ് പോരരുതോ. നമുക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ടാൽ ഈ സതീശൻ സർക്കാരിനെ ഒന്ന് താഴെ ഇറക്കാൻ വല്ല മാർഗവുമുണ്ടോ? അത് ആലോചിക്കേണ്ടതാണ്. മോദിജി ഇത്രയും ദിവസമെങ്കിലും പിടിച്ചു നിന്നു. ഇവിടെ ആയിരുന്നെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് സതീശൻ്റെ കഥ കഴിക്കാമായിരുന്നു.